ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പപ്പടം വെച്ചിട്ട് നമ്മളിന്നൊരു അടിപൊളി ഐറ്റമാണ് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. അതും നമുക്ക് ഈവനിങ് സ്നാക്കായിട്ട് നമ്മുടെ പിള്ളേർ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ പെട്ടെന്ന് ചൂട്ടോടെ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡിലൻ ഐറ്റം. അപ്പോൾ എല്ലാവരുടെ വീട്ടിലും പപ്പടം ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റം റെഡിയാക്കി എടുക്കാമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് പപ്പടം വെച്ചിട്ട് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 10-12 പപ്പടം എടുത്തിട്ടുണ്ട്. അപ്പോൾ പപ്പടം നമ്മൾ എടുക്കുമ്പോൾ കുറച്ച് വലിയ പപ്പടം തന്നെ എടുക്കാം കേട്ടോ. ആ ഒരു രീതിയിലുള്ള വലിയ പപ്പടം തന്നെ എടുക്കാം. ഞാനിവിടെ നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 12 പപ്പടം എടുത്തിട്ടുണ്ട്. ഒരു 3 മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട്. നല്ലപോലെ തിന്നാക്കി നമ്മൾ അരിഞ്ഞെടുക്കാം കേട്ടോ. 2 തണ്ട് കറിവേപ്പില, ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക്. പിന്നെ നമുക്ക് വേണ്ടത്, ഞാനിപ്പോൾ ഇവിടെ എല്ലില്ലാത്ത ചിക്കന് നല്ലപോലെ ഫ്രൈ ചെയ്ത് ഒന്ന് കൈ വെച്ചൊന്ന് പിച്ചി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 2 ഉരുളക്കിഴങ്ങ് നമ്മൾ പുഴുങ്ങി നല്ലപോലെ ഒന്ന് ഒരു ഫോർക്ക് വെച്ചിട്ട് നമ്മളൊന്ന് ഞെരടി എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഒട്ടും വെള്ളമില്ലാതെ ആ ഒരു രീതിയിൽ നമ്മളിത് എടുക്കാം കേട്ടോ. പിന്നെ ഞാനിതവിടെ ഒരു 2 ടേബിൾ സ്പൂൺ മൈദ കുറച്ച് വെള്ളത്തിലൊന്ന് നമ്മൾ കലക്കി എടുത്തിട്ടുണ്ട്. കണ്ടില്ല, കുറച്ച് തിക്കായിട്ട് തന്നെ കലക്കി എടുക്കാം കേട്ടോ. ആ ഒരു രീതിക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്ര ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചതുക്കിയെടുത്ത വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില, നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞെടുത്തത് പച്ചമുളക്, നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ഉള്ളി നല്ല പോലെ ഒന്ന് സോഫ്റ്റായി കിട്ടണം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒന്ന് സോഫ്റ്റായി വരട്ടെ, അതുവരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. എരിവിനാവശ്യമായിട്ടുള്ള കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. നമ്മളിതിൽ 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നിങ്ങൾക്ക് മുളക് പൊടി ചേർക്കാം കേട്ടോ. ഒരല്പം ഗരം മസാലയും കൂടി ചേർക്കാം. പൊടികളായിട്ട് നമ്മൾ ഇത്രയും പൊടിയാണ് ചേർത്തെടുക്കുന്നത്. പൊടികളുടെ ആ ഒരു പച്ച മണം ഒന്ന് മാറി വരുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി മാറ്റി കൈവച്ച് പൊടിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. ഇതേപോലെ തന്നെ ഫില്ലിങ് ചെയ്യണമെന്നില്ല കേട്ടോ. നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. എന്താണോ ഫില്ലിങ് ആവശ്യം അത് ഏതുപോലെ വേണമെങ്കിലും നമ്മുടെ ഐഡിയ പോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് നമ്മുടെ ആ ഒരു ചിക്കനും കൂടെ ചേർക്കാം. മല്ലിയില പുതിനയില കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം എൻ്റെ കയ്യിലില്ല, ഞാനത് കാരണം ചേർത്തെടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ചിക്കനൊന്നും ഇതിൽ വേണമെന്നില്ല കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് ഉരുളക്കിഴങ്ങും ഈ ഒരു ഐറ്റം വെച്ചിട്ട് തന്നെ ഈ ഒരു ഫില്ലിങ് നമുക്ക് റെഡിയാക്കി എടുക്കാം.
അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാൻ ചേർത്തുന്നേ ഉള്ളൂ. അപ്പോൾ അതിന് പകരം നിങ്ങൾക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് നമ്മുടെ മക്കൾക്ക് ഫില്ലിങ് ഇതേപോലെ റെഡിയാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി. പിന്നെ നമുക്ക് നമ്മുടെ ഐറ്റം എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാമെന്ന് നോക്കിയാലോ. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യുക, നമുക്കൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മുടെ പപ്പടം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഇതേപോലെ നമ്മൾ പപ്പടം ഒന്ന് ഇതേപോലെ സെൻറ്റർ ഒന്ന് മടക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഞാനിതേപോലെ ഒന്ന് മടക്കി എടുത്തിട്ട് കത്രിക വെച്ച് നമുക്കൊന്ന് മടക്കി ഇതേപോലെ ഒന്ന് വെട്ടിയെടുക്കാം. കണ്ടില്ലേ? ഇതേപോലെ എല്ലാം ഒന്ന് മടക്കി എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ പപ്പടവും നമുക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇത്രയും പപ്പടം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു രീതിയിൽ ഇതൊന്ന് മടക്കിയെടുക്കണം. കണ്ടല്ലോ? ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഇവിടെ നമ്മൾ കലക്കി വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു മിക്സ് ഉണ്ടല്ലോ, ഇതൊന്ന് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ തേച്ച് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക. നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ചെയ്തെടുക്കുന്നത്. നല്ലപോലെ ഇത് നമുക്ക് വെള്ളം വെച്ചിട്ടും ഒട്ടിച്ചെടുക്കാം. പക്ഷേ അത് ചിലപ്പോൾ കറക്റ്റായിട്ട് നിൽക്കണമെന്നില്ല. കണ്ടല്ലോ? ഇതേപോലെ ആക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ള, നമ്മൾ കീറി എടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു വശം നമ്മൾ ഒട്ടിച്ചു കൊടുത്താൽ മതിയാവും. ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. കൈ വെച്ച് തന്നെ നല്ലപോലെ ഒന്ന് പ്രസ്സാക്കി കൊടുക്കണം കേട്ടോ. കാണാൻ കഴിയുന്നുണ്ടാവും. ഈ ഒരു ഭാഗം നല്ലപോലെ ശ്രദ്ധിച്ചെടുക്കാം. എന്നിട്ട് ഇതേപോലെ കണ്ടില്ല, ഇതേപോലെ ആക്കിയെടുക്കാം. അപ്പം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു പപ്പടം എല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് കാണിക്കാം. വളരെയധികം ശ്രദ്ധിക്കണം കേട്ടോ, നമ്മുടെ ഈ ഒരു അടിവശം നല്ലപോലെ ഒന്ന് സെറ്റായി വരണം. അപ്പോൾ ഞാൻ ഇതേപോലെ എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കട്ടെ. അപ്പോൾ ഇതാ നമ്മൾ ഒട്ടിച്ചെടുത്ത നമ്മുടെ പപ്പടം ഉണ്ടല്ലോ, ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് റെഡിയാക്കി കൊടുക്കാം. കണ്ടില്ലേ? എല്ലാം നമ്മളൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരുപാട് ഫില്ലിങ് കുത്തി നിറക്കാത്ത രീതിയിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കിയതുപോലെ തന്നെ ഇതേപോലെ സൈഡിലൊന്ന് നമ്മുടെ ആ ഒരു മൈദയുടെ പേസ്റ്റ് നമ്മളൊന്ന് ഇതേപോലെ വെച്ച് കൊടുക്കുക. നല്ല പോലെ ഒന്ന് സീലിംഗ് ആയി കിട്ടും. ഈ ഒരു രീതിയിൽ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്ത് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക. ഉള്ളിലോട്ട് നമുക്ക് എണ്ണ കുടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് നല്ല പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഈ ഒരു രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. കണ്ടില്ലേ? നല്ല പോലെ ഉള്ളിൽ എണ്ണ കയറാത്ത വിധത്തിൽ പ്രസ്സാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്കെല്ലാം ഇതേപോലെ ഒന്ന് നിറച്ചെടുക്കാം.
ഒരു സ്പൂൺ വെച്ച് ഇതേപോലെ നമുക്കാക്കി കൊടുത്തിട്ട് നമ്മുടെ പപ്പടത്തിൻ്റെ എല്ലാ വശവും ഇതേപോലെ മൈദയുടെ ഒരു പേസ്റ്റ് ഒന്നാക്കി കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് കവറാക്കി ഒട്ടിച്ചെടുക്കുക. ഞാൻ ഇതേപോലെ ഒന്നെല്ലാം ഒന്ന് ഒട്ടിച്ചങ്ങ് എടുക്കട്ടെ കേട്ടോ. എന്നിട്ട് നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാം. കണ്ടില്ലേ? കട്ട് ചെയ്തെടുത്ത പപ്പടമൊക്കെ നല്ലപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്കിത് എണ്ണയിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ പപ്പട സമൂസ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ? എണ്ണ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. പപ്പടം പെട്ടെന്ന് ഇങ്ങോട്ട് റെഡിയായി വരുമല്ലോ. അതേപോലെ ഒന്ന് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുക. ഒരുപാട് എണ്ണ ചൂടാക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. മുങ്ങും വിധത്തിൽ മാത്രം നമ്മൾ എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ജസ്റ്റ് ഒന്ന് ക്രിസ്പിയാക്കി എടുക്കുക. ഇത്ര മതി. കണ്ടില്ലേ? ഈ രീതിക്ക് നമുക്ക് കോരി മാറ്റാം. ഞാനൊരു പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അടുത്തതും നമുക്കൊന്ന് കൊടുക്കാം. എല്ലാം നമുക്കിതേപോലെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ പപ്പട സമൂസ അവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? നല്ല രസമില്ല കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ പപ്പടമൊക്കെ കൂടുതൽ കഴിക്കാൻ താല്പര്യമുള്ളവരും അതേപോലെ പപ്പടം ഇഷ്ടമുള്ളവർക്കൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം. അതേപോലെ നമ്മുടെ മക്കൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് ഇതേപോലെയൊക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്രഞ്ചിയായിട്ട് ക്രിസ്പി ആയിട്ടൊക്കെ ചൂട്ടോടെ തന്നെ കഴിക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരുടെ വീട്ടിലുള്ളൊരു ഐറ്റം അല്ലേ? വളരെ സിമ്പിളായിട്ട് നമ്മുടെ കിച്ചണിലുള്ള ഐറ്റംസ് വെച്ചിട്ട് തന്നെ നമുക്ക് ചൂട് ചായയുടെ കൂടെ ഒരു ഈവനിങ് സ്നാക്കായിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഐറ്റം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒരു ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ നിങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.